ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോമ്പിന്റെ ധ്യാനത്തോടനുബന്ധിച്ച് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന്റെ ബന്ധത്തിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാനായി ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ഏവരെയും ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കാൽവരി ക്രൂശിൽ ക്രിസ്തു ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു എന്നതും അനിഷേധ്യമായ ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ ഒരു കോണിൽ നടന്നതാണ് ഈ സംഭവം എന്ന് വരികിലും ഈ ക്രൂശുമരണം അക്കാലത്തുള്ളവർക്ക് മാത്രമല്ല, എല്ലാ കാലത്തുള്ളവർക്കും അമൂല്യ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനുള്ള മുഖാന്തിരമാകും എന്ന് വിശുദ്ധ വേദ പുസ്തകം പഠിപ്പിക്കുന്നു. ക്രൈസ്തവ സഭ അത് വിശ്വസിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നും നമ്മുടെ ജീവിതം അവിടുത്തെ മരണത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും പറയുന്നതിൻ്റെ അർത്ഥമെന്താണ്? ഇത് നാം ആരായുകയും അറിയുകയും ചെയ്യേണ്ടതാണ്. ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ലായിരുന്നു എന്നുള്ളതാണ് ഇതിനോടുള്ള ബന്ധത്തിൽ നാം ആദ്യമായി ഗ്രഹിക്കേണ്ടത്. അവിടുന്ന് മനുഷ്യവേഷമെടുത്ത ദൈവമായതിനാൽ തന്നെ ദൈവത്വം കൂടെ ഉണ്ടായിരുന്നു എന്ന വസ്തുത നമുക്ക് വിസ്മരിക്കാനാവുന്നതല്ല. അതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ മരണം മനുഷ്യവർഗത്തെ ഒന്നടങ്കം ബാധിക്കുന്നതിൻ്റെ കാരണവും. ഒരു മനുഷ്യൻ എത്ര തന്നെ പരിശുദ്ധനായാലും അയാളുടെ മരണം മനുഷ്യവർഗത്തെ ആകമാനം സ്പർശിക്കത്തക്കതാവുന്നില്ല. രണ്ടാമത്തെ കാരണം ക്രിസ്തുവിൻ്റെ മരണത്തിന് നാമും കൂടി ഉത്തരവാദികളാകുന്നു എന്നതാണ്. നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പാപങ്ങൾ തന്നെയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിനിടയാക്കിയത്. വ്യക്തിപരമായി ഓരോരുത്തർ ചെയ്യുന്ന പാപങ്ങൾ മനുഷ്യവർഗത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ സൂചനയാണ്. മനുഷ്യൻ ഒരു സമൂഹ ജീവിയായതിനാൽ ഒരാൾ ചെയ്യുന്ന പാപത്തിന് മറ്റൊരാൾ കൂടി ഉത്തരവാദിത്തമുണ്ട് എന്ന് സമ്മതിക്കാനും വയ്യ. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിൻ്റെ ക്രൂശീകരണവും. യൂദായി സെക്കറിയോത്തിന്റെ വഞ്ചന, പീലാത്തോസിന്റെ ഭീരുത്വം, ഹെരോദാവിന്റെ അസാൻമാർഗികത്വം എന്നിവയെല്ലാം ഒന്നിച്ചു പറഞ്ഞാൽ മനുഷ്യർ സാധാരണയായി ചെയ്യാറുള്ളതും നിസ്സാരമായി കരുതാറുള്ളതുമായ ദൈനംദിന പാപങ്ങളാണ് കർത്താവിൻ്റെ ക്രൂശീകരണത്തിനിടയാക്കിയത് എന്ന് സാരം. യഥാർത്ഥ ക്രൂശിന്റെ ദർശനം ലഭിക്കുന്ന യാതൊരു വ്യക്തിയും ക്രിസ്തുവിനെ ക്രൂശിച്ചത് ഞാനാണെന്ന് സമ്മതിക്കാതിരിക്കുകയില്ല. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് നാമും ഉത്തരവാദികളാണെന്നുള്ള കാര്യം അപ്പോൾ നമുക്ക് മനസ്സിലാകും. മൂന്നാമത്തെ കാരണത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ്. അതായത് ക്രൂശീകരണത്തിനുള്ള ഉത്തരവാദിത്തം നമുക്കുള്ളത് കൊണ്ട് അതിൽ നിന്നുണ്ടായ ബഹുമുഖങ്ങളായ അനുഗ്രഹങ്ങൾക്ക് നാം അവകാശികളാണത്രേ. ക്രിസ്തു ക്രൂശുമരണം വരിച്ചത് പാപങ്ങൾക്ക് പരിഹാരം വരുത്താനും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവന്റെ മാർഗം തുറന്നു കൊടുക്കുവാനും വേണ്ടിയാണ്. അത് മനുഷ്യനായി പിറന്നതിലൂടെ ക്രിസ്തു മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുകയും മനുഷ്യർക്ക് വേണ്ടി മനുഷ്യപ്രതിനിധിയായി മരിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യവർഗം മുഴുവനും തന്നോട് മരിക്കുകയും തൻ്റെ ഉയർപ്പിൽ എല്ലാവരും ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഉയർപ്പിൻ്റെ രൂപാന്തര ശക്തി നമുക്ക് അവകാശമായി. യേശുക്രിസ്തു മനുഷ്യവർഗത്തിനു വേണ്ടി മരിച്ചതിൻ്റെയും അതിനാൽ മനുഷ്യവർഗത്തിന് ലഭ്യമായ അനുഗ്രഹത്തിൻ്റെയും ന്യായയുക്തത ചോദ്യം ചെയ്യുന്ന അനേകരുണ്ട്. ഒരാളുടെ പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവർ അനുഭവിക്കുക എന്നത് ലോകത്തിൽ സാധാരണമാണ്. എവിടെയെങ്കിലും യുദ്ധമായി എന്ന് വരികിൽ അത് എൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും അതിനോട് യാതൊരു വിധത്തിലും പങ്കില്ലാത്തവർക്ക് കൂടെ അനുഭവിക്കേണ്ടി വരിക എന്നത് സാധാരണമാണ്. അതുകൊണ്ട് മനുഷ്യർ അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷാവിധി യേശുക്രിസ്തു സ്വയം ഏറ്റെടുത്ത മനുഷ്യനെ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നതിൻ്റെ അപാകത ഒന്നും തന്നെയില്ല. നാലാമതായി കുരിശ് വിജയത്തിൻ്റെ വെണ്ണിക്കൊടിയാണ് എന്നത്രേ പറയാനുള്ളത്. വലിയ പാതകന്മാർക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു ശിക്ഷ മാത്രമായിരുന്നു കുരിശുമരണവും. കുരിശ് അപമാനത്തിൻ്റെ പ്രതീകം മാത്രമായിരുന്നു എന്ന് ചരിത്രകാരന്മാരുടെ എഴുത്തുകളിൽ നിന്നും ഗ്രഹിക്കുവാൻ കഴിയും. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തോടുകൂടി അപമാനത്തിൻ്റെ അടയാളമായിരുന്ന കുരിശ് വിജയത്തിൻ്റെ വെണ്ണിക്കൊടിയായി തീർന്നു. അഞ്ചാമതായി ജീവിത നാൽക്കവലയിൽ കുരിശൊരു ചൂണ്ടുപലകയാണ്. മനുഷ്യൻ ഇന്ന് എല്ലാം കരഗതമായി എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സാരമായ ഏതോ ഒന്നിൻ്റെ അഭാവം അവനെ അമ്പരപ്പിക്കുകയും അസ്വസ്ഥമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു.
മാത്രമല്ല ആന്തരിക സമാധാനത്തിൻ്റെ യഥാർത്ഥ സന്തോഷവും എവിടെ ചെന്നാൽ കിട്ടും എന്നോർത്ത് പരക്കം പായുകയും സംശയിച്ച് നിൽക്കുകയുമാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശ് അവന് ചൂണ്ടുവലകയാണ്. 2000-ൽ പരം വർഷങ്ങളായി നിലനിൽക്കുന്ന ഈ കുരിശിനെ, ദൈവത്തിൻ്റെ കുരിശിനെ സ്വീകരിക്കുവാൻ നമ്മെ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ നോമ്പ് കാലത്തിൽ നിന്റെ ക്രൂശിത സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ നിറയട്ടെ. നീ ഞങ്ങൾക്കായി സഹിച്ച വേദനയും ക്രൂശുമരണവും ഓർക്കുമ്പോൾ സ്വാർത്ഥതയും പാപവും വിട്ട് സ്നേഹത്തിലും വിനയത്തിലും സേവനത്തിലും ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും നിന്റെ ക്രൂശിൻ്റെ അർത്ഥത്തിന് യോജിച്ചതാവട്ടെ. നിന്റെ ത്യാഗം ഓർത്ത് മറ്റുള്ളവരെ ക്ഷമിക്കാനും ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും നീതിയിലും സത്യത്തിലും നടക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഈ നോമ്പുകാലം ഞങ്ങളുടെ ഹൃദയം പുതുക്കുന്ന സമയമായി മാറട്ടെ. നിന്റെ ക്രൂശിലൂടെ ലഭിച്ച രക്ഷയെ ഓർത്ത് നിന്നോടൊപ്പം വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ നയിക്കണമേ. ആമേൻ.